ലേഖനം ഇറങ്ങിയതിനു ശേഷം ഇത് തിരുത്താനായിട്ട് ഹുസൈൻ സലഫി അടക്കം ആളുകൾ ചെല്ലുകയും ജബ്ബാർ മൗലവിയായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് സക്രിയ സലാഹി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഈ ലേഖനത്തിൽ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല, അതെല്ലാം കറക്റ്റാണ്, നമ്മുടെ ആദർശങ്ങൾ പഴയ പോലെ തന്നെ ഈ ജബ്ബാർ മൗലവി എഴുതിയതാണെങ്കിൽ അത് എന്തിന് തിരുത്താനായിട്ട് ഹുസൈൻ സലഫി നിർബന്ധിതനായി കൃത്യമായിട്ട് ചെന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ജബ്ബാർ മൗലവി റഹിമഹുല്ലാ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം എഴുതിയത് 100% ശരിയാണ്. അതിൽ യാതൊരു അബദ്ധവുമില്ല, ഒരു സൂക്ഷ്മതക്കുറവുമില്ല. എന്നാൽ 2007 മുതൽ മർക്കസുൽ ദഅ്വ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നാട് മുഴുവൻ ഫിത്നയുണ്ടാക്കാൻ ശ്രമിച്ചു. ലേഖനം എന്താണ് എന്നോ വിശദാംശങ്ങൾ എന്താണ് എന്നൊന്നും പറയാതെ ഈ വാചകം മാത്രം എടുത്തു കൊടുത്തുകൊണ്ട് അത് നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും ആളുകൾക്കിടയിൽ വലിയ ഒരു ഫിത്നയ്ക്ക് നിമിത്തമായി മാറുകയും ചെയ്തപ്പോൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ ചെന്നിട്ടുണ്ട്. പക്ഷേ മൗലവി അവിടെ കൃത്യമായി തിരുത്തേണ്ട ആവശ്യമില്ല, എഴുതിയത് ക്ലിയറാണ്, ഇതിൽ അബദ്ധം പറ്റിയിട്ടില്ല, സൂക്ഷ്മതക്കുറവില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അത് ആ നിലക്ക് തന്നെ ബോധ്യപ്പെട്ട് പോരുകയുമാണ് ചെയ്തത്. അനസ് മൗലവിയും പോയിട്ടുണ്ട് ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ. അത് ജബ്ബാർ അന്ന് വിശദീകരണം കേട്ടപ്പോൾ അനസ് മൗലവി പറഞ്ഞു, എൻ്റെ ഖഫാ നീങ്ങി. ഖഫാ പറഞ്ഞാൽ എൻ്റെ ഒരു അവ്യക്തത അത് നീങ്ങി എന്നാണ് അനസ് മൗലവി അന്ന് അതേക്കുറിച്ച് പ്രതികരിച്ചത്. എന്നിട്ടാണ് 2012 എൻ്റെ ഓർമ്മ, ആലപ്പുഴയിൽ വെച്ച് അവിടുത്തെ ഒരു വിജ്ഞാനവേദിയിൽ ജബ്ബാർ മൗലവിയെ സാക്ഷിയാക്കി, ജബ്ബാർ മൗലവി വേദിയിലുണ്ട്, ഞാനും അന്ന് വേദിയിലുണ്ട്, അങ്ങനെ ജബ്ബാർ മൗലവിയെ സാക്ഷിയാക്കിക്കൊണ്ട് അനസ് മൗലവി അവിടുന്ന് പ്രഖ്യാപിച്ചു ഇതിൽ യാതൊരു അബദ്ധവുമില്ല. ആ പ്രഖ്യാപനം നമ്മൾ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു, ഒരു അബദ്ധവുമില്ല. അതുമാണ് ക്ലിപ്പുണ്ടല്ലേ, ഒന്ന് കേൾപ്പിക്കാം. നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ, വ്യക്തമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മാലി സലഫി പറഞ്ഞല്ലോ, ദുരുദ്ദേശത്തോടെ മാത്രമേ ഇത് പിന്നെയും ചോദിക്കുള്ളൂ. അത് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സഹോദരൻ സ്വസ്ഥമായി ഈ ലേഖനം പൂർണ്ണമായും അത് വായിക്കണം എന്ന് ഒന്നുകൂടെ ഉപദേശിക്കുന്നു. മാത്രമല്ല ഇസ്ലാഹ് മാസികയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും ചെയ്തു ഏപ്രിൽ 2007. പത്താദിയുടെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ വിശദീകരണം കൊടുത്തു. നമ്മൾ ഈ നിലക്ക് ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇതിന് എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഒക്കെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല ഹുസൈൻ സലഫി തന്നെ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. തിരുത്താൻ പോയത് എന്തിനാണ്? ജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ത് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതേ ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതേ ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ എന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തതെന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതി കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ? അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്ന് എഴുതിയതിൽ എന്തേ ആ കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതി വെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിലതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് കാര്യം വ്യക്തമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.